വയനാട് പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിൽ വീണ്ടും SFI KSU സംഘർഷം. എഫ്-സോൺ കലോത്സവത്തിനിടെയാണ് വീണ്ടും സംഘർഷമുണ്ടായത്. സുർജിത്ത് അയ്യപ്പത്താണ് ചേരുന്നത് വയനാട്ടിൽ നിന്നും. സുർജിത്ത്, വീണ്ടും ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് കാരണം? ഇതൊരു സംഘർഷത്തിന്റെ തുടർച്ചയാവുകയാണ് ഈ എഫ്-സോൺ കലോത്സവം എന്ന് പറയുന്നത്. കാലിക്കറ്റ് സർവകലാശാല തല കലോത്സവമാണ് ഇന്ന് വയനാട്ടിൽ നടക്കുന്നത്. ഇന്നലെയാണ് തുടങ്ങിയത്. ഇന്നലെ സ്റ്റേജ് ഇതര മത്സരങ്ങൾ നടന്നിരുന്നു. ഇന്ന് പുൽപ്പള്ളി പഴശ്ശി കോളേജിലാണ് സ്റ്റേജ് ഇന മത്സരങ്ങൾ നടക്കുന്നത്. ഇതിനിടയിൽ സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ ജോയിന്റ് സെക്രട്ടറിക്ക് പരിക്കേൽക്കുന്ന സ്ഥിതി ഉണ്ടായി. അശ്വിൻ രാജിനാണ് പരിക്കേറ്റത്. അശ്വിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഇതേ തുടർന്ന് അനുബന്ധമായി പോലീസ് ലാത്തി ബിഷൻ നടപടിയിലേക്ക് കടന്നതാണ് നേരത്തെ. അതിന്റെ തൊട്ടു പിന്നാലെ വീണ്ടും അല്പസമയത്തിന് ശേഷം വീണ്ടും സംഘർഷമുണ്ടായി. ഒരു സ്റ്റേജ് മത്സരം നടക്കുന്ന ഹാളിനകത്താണ് സംഘർഷമുണ്ടായത്. ഇരുവിഭാഗവും തമ്മിൽ തല്ലുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് ലാത്തി വീശിയാണ് ഈ ആളുകളെ വിരട്ടി ഓടിക്കുന്ന രീതിയിലേക്ക് എത്തിയത്. പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. തൃശ്ശൂരിൽ ഉണ്ടായ ആ ഒരു സംഘർഷത്തിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ വീണ്ടും പല ക്യാമ്പസുകളിലും ഇത്തരം കലോത്സവങ്ങളിൽ ഉൾപ്പെടെ സംഘർഷങ്ങൾക്ക് വേദിയായിക്കൊണ്ടിരിക്കുന്നത്. KSUവും SFIയും തമ്മിലാണ് സംഘർഷം. ഈ കലോത്സവം നടപ്പിന് സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കലോത്സവം സംഘർഷവേദിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ D-സോൺ കലോത്സവം. അതിനു മുൻപ് F-സോൺ കലോത്സവത്തിലും ഇന്ന് തന്നെ നമ്മൾ ആ തരത്തിലുള്ള സംഘർഷമൊക്കെ കണ്ടിരുന്നു. എന്തായാലും ഇതിലൊരു അറുതി ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഉടൻ തന്നെ കലോത്സവം നടക്കട്ടെ.